ഈശോ മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, യോസേഫ് വിശ്വാസമുള്ളൊരു വ്യക്തിയായിരുന്നു. ജോസഫ് എ മാൻ ഓഫ് ഫെയ്ത്ത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം തിരുവാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജോസഫിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഒറ്റ കാരണമുണ്ടായിരുന്നു: അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു. തൻ്റെ ഗർഭിണിയായ ഭാര്യയും കൊണ്ട് മറ്റൊരു ദേശത്ത് പലായനം ചെയ്തും അദ്ദേഹം ജീവിക്കണം. തൻ്റെ ഭാവി എങ്ങനെയാകുമെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അറിയത്തില്ല, വിഷമങ്ങളെക്കുറിച്ച് അറിയത്തില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു കാര്യം ഉറപ്പായിരുന്നു: ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ഉത്തരം ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് വിശ്വാസം എന്നത് നയിക്കുന്നവനെ പൂർണ്ണമായി വിശ്വസിക്കുന്നതാണ്. അതായത് ദൈവത്തെ പൂർണ്ണമായി നാം വിശ്വസിക്കുക. ആ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതം ഏറ്റെടുത്ത് നടത്തും. നമ്മുടെ കുടുംബ പ്രശ്നങ്ങളുണ്ടാകാം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടാകാം, ഭാവി ജീവിതത്തെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്നുണ്ടാകാം. അവിടെയെല്ലാം ദൈവത്തിൽ നാം വിശ്വാസമർപ്പിച്ച് ജീവിക്കുമ്പോൾ ജോസഫിനെ പോലെ ദൈവം നമ്മുടെ ജീവിതം ഏറ്റെടുക്കും, നമ്മളെ കൃപകൾ കൊണ്ട് നിറയ്ക്കും. ഒരുപക്ഷെ ജീവിതത്തിലൊന്നും വ്യക്തമായി നടക്കുന്നില്ലെങ്കിൽ പോലും ദൈവവിശ്വാസത്തോടു കൂടെ മുന്നോട്ട് പോവുക. അവിടെ തീർച്ചയായിട്ടും ദൈവം പ്രവർത്തിക്കും. കാരണം ദൈവമാണ് നമ്മെ വഴി നടത്തുന്നത്.